ഹരേ കൃഷ്ണ. സർവം കൃഷ്ണമയം ജഗത്ത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പം കുറച്ച് നാളായി അടുത്ത വീഡിയോ ഇട്ടിട്ട് ഇപ്പം സമയം കിട്ടുന്നില്ലായിരുന്നു അടുത്ത വീഡിയോ ഇടാൻ. അപ്പം ഇന്നാണ് ഇച്ചിരി സമയം കിട്ടിയത്. കാരണം എനിക്ക് എൻ്റെ ഭഗവാനോടുള്ള ആ ഭക്തി കൂടുതൽ അറിയാൻ പറ്റിയത് ഈ ഒരു അനുഭവത്തിലൂടെയാണ്. ഭഗവാൻ എൻ്റെ എല്ലാം അന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഭഗവാന്റെ എൻ്റെ ഈ പ്രവൃത്തിയും ഭഗവാൻ എന്നെ രക്ഷിച്ചത് മൂലമുള്ള ഈ ഒരു കാര്യത്തിലൂടെയാണ്. അപ്പം അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. ഇതൊരു ജന്മാഷ്ടമി സ്പെഷ്യൽ കൂടിയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഭഗവാന്റെ ഭക്തി. എല്ലാ ഭക്തരുടെ മുമ്പിലും ഞാൻ ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഭഗവാന്റെ ഭഗവാൻ എനിക്ക് എന്താണ് ചെയ്തു തന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഭഗവാന്റെ പരമ ഭക്തിയായിട്ട് മാറാൻ കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഭഗവാൻ ഒത്തിരി ഇഷ്ടപ്പെടാനും കാരണം ഇത് ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് എത്ര വയസ്സായിരുന്നു, അന്ന് ഒരു +1 +2 ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. ചെറുപ്പം തന്നെ ഞാനും എൻ്റെ അനിയനും കൂടി ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനോ അതടി ഇതടി, ആ കാര്യത്തിനടി, കാർച്ച കൂച്ച ബഹളം, ഭയങ്കര അടിപിടിക്കാരിയായിരുന്നു. എപ്പോഴും ഞാൻ അവനൊന്ന് പറയും, ഞാൻ 2 കാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഏത് സമയം അമ്മയെന്ന് വിളിച്ച് ഇവനത് പറഞ്ഞു ഇവനിത് പറഞ്ഞു എന്ന് പറഞ്ഞ് കാറിക്കൊണ്ടിരിക്കാനായിരുന്നു എൻ്റെ സമയം. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻട്രോവേർട്ടഡായി പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് ഗ്രൂപ്പായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഡാൻസ് കളിക്കാനായാലും പാട്ടിനായാലും തനിച്ചൊന്നിനും കൂടത്തില്ല. എല്ലാ ഗ്രൂപ്പിൻ്റെയും കൂട്ടത്തിൽ ഒരു ചെറിയ ആളായിട്ട് അവിടെ കാണും. അപ്പം അന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി എല്ലാ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ കൂടിയത്. ഞങ്ങൾ ബാച്ചിൽ ഒരു ഡാൻസർ സിനിമാറ്റിക് ഡാൻസാണ് ഞങ്ങളന്ന് കളിച്ചത്. അപ്പോൾ ആ ഡാൻസ് വളരെയധികം ഫേമസ് ആയ സ്കൂളിൽ ഞങ്ങളെല്ലാവരും കളിച്ചു. ഞങ്ങൾ വാൽക്കണ്ണാടിയിൽ പോയി കളിച്ചു. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഡാൻസിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാഗസിൻ ഇറക്കി. ആ മാഗസിനിൽ ഞങ്ങളുടെ ഫോട്ടോ വന്നു. അതിൽ ഒരു മൂലയിൽ ഞാനും നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു മാഗസിനിൽ എൻ്റെ ഫോട്ടോ അച്ചടിച്ച് വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. കാരണം എല്ലാവർക്കും സന്തോഷമാണല്ലോ നമ്മുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോ അതിൽ വന്ന് ഭയങ്കര സന്തോഷമായ മാഗസിൻ ഞാൻ വീട്ടിൽ കൊണ്ട് അമ്മേനെ കൊണ്ട് കാണിച്ചു. അന്ന് രാത്രി എന്തോ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി. അനിയനെ അടുത്തു. അവൻ എൻ്റെ ഫേസിൽ അവൻ്റെ കൈ വെച്ച് ഇങ്ങനെ പോറിയിട്ടു. എൻ്റെ ഫേസ് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ചീത്തയായിപ്പോയി. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി പോയ സമയമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഒരു മാഗസിനിൽ എൻ്റെ ഫോട്ടോ അച്ചടിച്ച് വന്നു, അത് ഇതേ ചീത്തയായിപ്പോയി. ഇനി ആരെ ഞാൻ എന്ത് പറഞ്ഞ് കാണിക്കും? ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എൻ്റെ ഈ ഫോട്ടോ കാണിക്കാമായിരുന്നല്ലോ, ഇനി ഞാൻ എന്ത് പറഞ്ഞ് കാണിക്കും? എനിക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു. അമ്മ ഞങ്ങളുടെ അടിയും ഇടിയും കണ്ട് മടുത്തിരിക്കുന്നത്, ഏത് സമയം അടിയടിയല്ലേ. അമ്മ വലിയ മൈൻഡൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ എനിക്കങ്ങ് ഭയങ്കര ഒരു മനസ്സിനൊരു ആഘാതമായിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എൻ്റെ ഫോട്ടോ മാഗസിൻ വന്ന്. ഭയങ്കര അഭിമാനമായിട്ട് തോന്നിയൊരു നിമിഷമായിരുന്നു എൻ്റെ ഫോട്ടോ മാഗസിനിൽ കണ്ടത്. അപ്പോൾ അത് ചീത്തയായി പോയല്ലോ, എനിക്ക് എങ്ങനെ കാണിക്കുന്നോളം പറയാൻ പറ്റിയില്ല. അമ്മയും അവനോടൊന്നും വേണ്ടിയില്ല. അപ്പോൾ അമ്മ വഴക്കോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ ഞാൻ പുറത്ത് പോയിരുന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ പതുക്കെ ഒരു ദേഷ്യത്തിലോട്ട് പതുക്കെ മാറാൻ തുടങ്ങി. കാരണം ആ സമയത്ത് നമുക്ക് പ്രായകർക്ക് എടുത്തുചാട്ടത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം അമ്മമാരെ വഴക്ക് പറയുന്നതും ഇപ്പോൾ ടി വിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി അമ്മ വഴക്ക് പറഞ്ഞതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ സമയത്തൊക്കെ ഈ സമയത്ത് അന്നൊക്കെ 17-18 വയസ്സാണെന്ന് വിചാരിക്കും. ഇപ്പോൾ തന്നെ പിള്ളേർ 13-12 വയസ്സാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമുക്ക് അമ്മ ഒന്നും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടുകാരെ വഴക്കിടുന്നത് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് എന്തെങ്കിലും കടങ്കൈ ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിനും തോന്നിയ ഒരു വികാരമാണ് എനിക്ക് മരിച്ചു കളയണം. എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമില്ല, എൻ്റെ അനുജനെയാണ് അവർക്കിഷ്ടം, എന്നെ ഇഷ്ടമില്ല, അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു ചീത്ത വികാരങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു ദേഷ്യമായിട്ടത് മാറാൻ തുടങ്ങി. പുറത്ത് പതുക്കെ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ ഒരു ദേഷ്യത്തോടെ വികാരത്തോടെ കരഞ്ഞ് ദേഷ്യത്തോടെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ അപ്പോൾ അകത്തിരിക്കണം അവരറിയുന്നില്ല. ഒരു സന്ധ്യാസമയം കഴിഞ്ഞ സമയമാണ്, 7 മണിയൊക്കെ കഴിഞ്ഞൊരു സമയമൊക്കെയാണ്.
അപ്പം ഭയങ്കര മഴക്കാറും മഴക്കോഴും ഒക്കെ ഉള്ള സമയമാണ്. അപ്പം വീട്ടുകാർ അറിയുന്നില്ല ഞാൻ പുറത്തിരുന്ന് ഇരുന്ന് കരയാമെന്ന് അമ്മ വിചാരിച്ചിരുന്നു. അപ്പോൾ പുറത്തിരുന്ന് എൻ്റെ ചിന്തകൾ മാറിപ്പോകുന്നുണ്ടെന്ന് എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ അമ്മയ്ക്കോ അനിയനോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ മരിക്കാൻ തീരുമാനിക്കുക എന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ എൻ്റെ ചിന്തകളൊക്കെ ഇപ്പം മരിക്കും, ഞാനിപ്പം മരിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ എൻ്റെ ആ വികാരങ്ങൾ ഒരു മരണത്തിലേക്ക്, ഒരു ആത്മഹത്യ പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ദേഷ്യത്തോടെ ചാടി അവിടെ നിന്ന് എണീറ്റിട്ട് ഞങ്ങളുടെ അന്നത്തെ കിണറൊരു പേരിനൊരു കിണറേ ഉള്ളൂ, വെള്ളമൊന്നുമില്ല. മഴക്കാലമായ കാരണം കുറച്ച് വെള്ളം വരും, അല്ലാത്ത സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്ത കിണറാണ്. അപ്പോൾ മഴക്കാല സമയം കൊണ്ട് അതിനകത്ത് വെള്ളമുണ്ട്, കൈവരിയൊന്നുമില്ല, ജസ്റ്റ് പണിതിട്ടതേ ഉള്ളൂ. അപ്പം നമുക്കതിന് മതിലൊന്നും കെട്ടിയിട്ടാത്തതുകൊണ്ട് തുറന്നൊരു കിണറാണ്. അപ്പോൾ ആ കിണറിലോട്ടിൻ്റെ സൈഡിലോട്ട് ഞാൻ ചെന്നിട്ട് ഞാൻ കിണറിനകത്തോട്ടൊന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ആ ചാടിയാലും വെള്ളത്തിൽ ചാടി മരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കാല് ആ കിണറ്റിൻ്റെ അകത്തോട്ട് ഞാൻ എടുത്തിങ്ങനെ വെച്ചു, മരിക്കാൻ വേണ്ടി ഞാൻ എടുത്തങ്ങ് വെച്ചു. അപ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഉൾവിളി പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഞാൻ ആരെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിച്ചു വന്ന് ഇരുന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഭഗവാനെ നാരായണ മന്ത്രം ചെല്ലാൻ തുടങ്ങി. ചെന്നപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമൊന്നുമില്ല, എനിക്കിന്നറിയണം എൻ്റെ ഭഗവാൻ എന്നെ ഇഷ്ടമുണ്ടോ എന്ന് എനിക്കിന്നറിയണം. ഞാനൊരു കാര്യം ചോദിക്കും, ആ കാര്യം എനിക്കറിയാം അങ്ങയുടെ ഒറിജിനൽ രൂപമൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല, അത് ഇത്രയൊക്കെയുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാനൊരു രൂപം കാണിക്കാൻ പറയും, ആ രൂപത്തിൽ ഭഗവാൻ എന്നെ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല, ഭഗവാൻ വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യും എന്ന് ഭഗവാനോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഭഗവാനോട് ഞാൻ പറഞ്ഞു, അങ്ങ് വരുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യും എന്ന് ഭഗവാനോട് വീണ്ടും താക്കീത് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് രാത്രിയാൻ പോണ സമയമാണ്, ഇപ്പോൾ ഭയങ്കര മഴക്കാറാണ്, മഴക്കാലമാണ്, മുഴുവൻ മേഘങ്ങളാണ്, മേഘമായിട്ട് ഇരിക്കണമെന്ന് എനിക്കറിയാം, മഴക്കാറാണ്, നമുക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല, ഒരു നക്ഷത്രത്തെ പോലും ഈ സമയത്ത് കാണാൻ പറ്റത്തില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് എൻ്റെ ഭഗവാൻ ഒരു നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഈ ആകാശത്തിൽ എനിക്കിന് ദർശനം തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഭഗവാനിൽ ഉറച്ച് വിശ്വസിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല, എൻ്റെ ഭഗവാനെ ഞാൻ കൂടുതൽ സ്നേഹിക്കും, എൻ്റെ ഭഗവാനെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞു. അപ്പം കുറച്ച് സമയം ഞാൻ ഭഗവാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഓം നമോ നാരായണ എന്ന് കരഞ്ഞുകൊണ്ട് ആകാശത്തോട് നോക്കി ഇങ്ങനെ ഇരുന്നു. മുഴുവൻ മഴമേഘങ്ങളാണ്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല, മുഴുവൻ മഴക്കാറാണ്. ആ സമയത്ത് നക്ഷത്രം വരത്തില്ല, നമുക്കെല്ലാവർക്കും അറിയാം ആ സമയത്ത് നക്ഷത്രം വരത്തില്ല, കാരണം മഴക്കാറുള്ള സമയത്ത് ഫുൾ കാർമേഘങ്ങളാണല്ലോ, നക്ഷത്രം കാണാനേ നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ അങ്ങ് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും ഒരു മിറാക്കിൾസാണ് സംഭവിച്ചത്. കാരണം ഞാൻ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി നിന്നപ്പം 2 കാർമേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരേ ഒരു നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബാക്കി എങ്ങും ഒരു നക്ഷത്രമില്ല. ഞാൻ ഫുൾ ആകാശം നോക്കി, ഫുൾ കാർമേഘങ്ങളാണ്. പക്ഷെ എൻ്റെ കണ്ണിന് ഞാൻ എങ്ങോട്ടാണോ ദർശനം നോക്കിക്കൊണ്ടിരുന്ന ആ സൈഡിലെ കാർമേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഒരു നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഭഗവാൻ തന്നെയാണ്. കാരണം ഒറിജിനൽ രൂപം കാണാനുള്ള കണ്ണൊന്നും എനിക്കില്ല, അത്രയും ദിവ്യശക്തിയൊന്നും നമുക്ക് ദിവ്യചക്ഷുസൊന്നും ഭഗവാൻ തന്നിട്ടില്ല. പക്ഷേ ഞാൻ ചോദിച്ച ആ രൂപം ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു, ഭഗവാന്റെ ആ ദർശനം എനിക്ക് തന്നു. അപ്പോൾ എനിക്കന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നെ മരണത്തിലോട്ട് തള്ളിവിടാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല, തൻ്റെ ഭക്ത ആത്മഹത്യ ചെയ്യണമെന്നോ ഒരു അലഞ്ഞു നടക്കുന്ന ആത്മാവായി മാറണമെന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഭഗവാൻ എന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. ഈ നമ്മുടെ ബന്ധങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയാലും ഭഗവാന്റെ ബന്ധം ഒരിക്കലും നമ്മളിൽ നിന്നും പോകത്തില്ല എന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം വന്ന നിമിഷമാണ്. കാരണം ആ നക്ഷത്രങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും ഞാൻ അമ്മയോട് പോലും ഷെയർ ചെയ്തില്ല. എനിക്കിങ്ങനെ ഭഗവാന്റെ ദർശനം കിട്ടിയെന്നോ ഭഗവാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നെന്നൊന്നും അമ്മയോടൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. വലുതായി കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നത്, ഒത്തിരി വലുതായി കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ മിറാക്കിൾസ് ഞാൻ ആരോടും ഷെയർ പോലും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഓരോരോ കാര്യങ്ങളും പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നോ എന്ന് മിക്കവരും എന്നോട് ചോദിക്കുന്നത് തന്നെ. കാരണം എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ എൻ്റെ സ്വയം അനുഭവങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഭഗവാന്റെ ഭക്തർക്കായിട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ അമ്മയൊക്കെ ആർക്കും അറിഞ്ഞില്ല. ഞാൻ തിരിച്ച് സന്തോഷത്തോട് തന്നെ വീട്ടിനകത്തോട് കയറിപ്പോയി. എൻ്റെ ആ ഫേസിൽ പാട് പിടിച്ചതൊക്കെ ഞാൻ മറന്നു. കുഴപ്പമില്ല, സാരമില്ല, എൻ്റെ ഫേസല്ലേ, കുഴപ്പമില്ല, ഇനി ആരെയും കാണിക്കാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അഞ്ചനോടും എൻ്റെ അമ്മയോടും ഒക്കെ എനിക്കൊരു യാതൊരു വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാതെ ഞാൻ അകത്ത് കയറി ചെന്നു. ഞാൻ എൻ്റെ മാഗസിൻ മടക്കി വെച്ചു. എൻ്റെ ഫേസ് പോണെങ്കിൽ പോട്ടെ, ഞാൻ ആരെയും കാണിക്കാൻ പറ്റുമെങ്കിലെങ്കിലും പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തവാത്സല്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോയാലും ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല എന്ന് ആ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു തന്നു.
അന്ന് തൊട്ട് എൻ്റെ ഭഗവാന്റെ കൈകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കൃഷ്ണൻ്റെ എൻ്റെ ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ വിഷ്ണുവിനെ ലക്ഷ്മിനെയും എൻ്റെ അച്ഛനും അമ്മയും ഭഗവാൻ കൃഷ്ണനും രാധേനെയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ബന്ധമാണ്. കാരണം വിഷ്ണു ഭഗവാന്റെ രണ്ടുപേരും ഒരേ ആൾ തന്നെയാണെങ്കിലും ആ വിഷ്ണു രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫീലിംഗ് എടുത്ത് ചെല്ലുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം എനിക്ക് ലക്ഷ്മി ദേവിയുടെ അമ്മ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങാനും അച്ഛൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കാനൊക്കെ തോന്നുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ ഫീലിംഗ് ആണ് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ. എനിക്ക് രാധേനെയും കൃഷ്ണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാരാണ്, അവരുടെ കൂട്ടത്തിൽ കളിക്കാൻ വരും, എനിക്ക് എന്തും പറയാം. എനിക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ് എനിക്ക് എൻ്റെ കൃഷ്ണനും രാധയും ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമാണ് എനിക്ക്. അതൊക്കെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ബന്ധമാണ്. കാരണം പുറത്തുനിന്നുള്ള നമ്മുടെ ലൗകികമായ കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭഗവാൻ തന്നെ ഉണ്ടാക്കി തന്ന ഒരു ബന്ധമാണ്. അച്ഛനും അമ്മയുടെയും ഒരു സുഹൃത്തിൻ്റെയായിട്ടുള്ള ഒരു ബന്ധം ഭഗവാൻ തന്നെ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ എനിക്ക് അന്നോട്ട് മനസ്സിലായി എൻ്റെ ഭഗവാൻ എൻ്റെ എല്ലാമാണ്. അതുപോലെ ഭഗവാൻ നമ്മുടെ ഓരോരോ ദുഃഖഘട്ടങ്ങളിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഭഗവാൻ നമ്മുടെ ആത്മാവിനെ അങ്ങനെ ഒരു ദുരാത്മാവായിട്ട് മാറാൻ നമ്മളെ ഒരിക്കലും അനുവദിക്കത്തില്ല. അപ്പോൾ അന്ന് ആത്മഹത്യ ഞാൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല. ഒരിക്കലും പിന്നെ എൻ്റെ അച്ഛനമ്മയ്ക്ക് എന്തൊരു ബുദ്ധിമുട്ടായാലും ചെറിയ നിസ്സാര കാര്യത്തിന് നോക്കി അമ്മേനെ വഴക്ക് പോലും ഇട്ടില്ല, അമ്മ മിണ്ടിയില്ല, അമ്മേൻ്റെ അനുജനെ വഴക്കിട്ടില്ലെന്ന് പറഞ്ഞ കാരണത്തിൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്യാൻ പോയി. ഇന്നത്തെ കുട്ടികൾ നമുക്കറിയാം, ഓരോരോ ചെറിയ കാരണങ്ങളിലും അവർ ആത്മഹത്യ ചെയ്യുന്നതും ഓരോരോ നമുക്ക് വഴക്ക് പറയാൻ പറ്റാത്തതും ഒക്കെ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്, ചെറുപ്പം തൊട്ട് തന്നെ അവരെ അടിയുറച്ച് ഈശ്വര വിശ്വാസത്തോട് കൊണ്ടുവരിക. ഭഗവാനെ അവരുടെ ഫ്രണ്ടാക്കി മാറ്റാനും അങ്ങനെ ഒരു ഒറ്റ ബന്ധം ഭഗവാനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ പോലും ഈശ്വരമായിട്ടുള്ള ബന്ധമില്ല. നമുക്ക് TV കാണാനും മറ്റുള്ള സിനിമ കാണാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം സമയമുണ്ട്. പക്ഷേ ഈശ്വര കാര്യങ്ങൾ പഠിക്കാനോ ഭഗവാനെ പറ്റി അറിയാനൊന്നും ആർക്കും താല്പര്യമില്ലാത്തൊരു കാലഘട്ടമാണ്. ഇന്ന് എത്ര വീടുകളിൽ വൈകുന്നേരം രാമനാമം ചൊല്ലുന്നു, ഈശ്വരനെ ഭജിക്കുന്നുണ്ട്, ആർക്കും അതിനൊന്നും സമയമില്ല. അപ്പം കുട്ടികളെ നോക്കാനൊന്നും സമയമില്ല. അപ്പം ചെറിയ വഴക്കിടുമ്പോൾ തന്നെ കുട്ടികൾക്ക് അത് ഫീലിങ്സ് ആവുന്നു, അവർ ഇറങ്ങിപ്പോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഒത്തിരി കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ഈശ്വര വിശ്വാസത്തിൽ ചെറുപ്പം തൊട്ട് തന്നെ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ ഇന്നത്തെ ജന്മാഷ്ടമി എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് ഭഗവാന്റെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ അനുഭവം എൻ്റെ ഭഗവാന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ എല്ലാ ഭക്തർക്കും ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഈ അനുഭവം തരുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.